ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇതിന് എണീറ്റിട്ട് ഇതിൻ്റെ ഡ്രസ്സൊക്കെ ബാസ്ക്കറ്റിലേക്ക് വെക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് ഇവിടെ ഇരുന്ന വെജിറ്റബിൾസ് ആണ്. ആ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഞാനൊരു കറി സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട്, ഒരു തട്ടിക്കൂട്ട് കറി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. എനിവേ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രിഞ്ചോളും ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഹോളാണ് കേട്ടോ. ഹോളും കിച്ചൺ എല്ലാം വെച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ സോ ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുക്കിങ്ങിലേക്ക് കയറാമെന്ന് ഓർത്തിട്ട് അപ്പം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഫൈൻ, എല്ലാം ക്ലിയർ ആണ് കേട്ടോ. ഇനിയാണ് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുക്കിങ്ങിനായിട്ട് കറിക്ക് വേണ്ടി ചെമ്മീൻ ഉള്ളി വയ്ക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ഉള്ളി വെച്ച് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഉള്ളി ബ്രിഞ്ചോളും കൂടെ ഇട്ടിട്ട് അല്പം വെള്ളം ഊറ്റി രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഊറ്റിയിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെമ്മീനും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ അതാവും. ഇനി അതിലേക്ക് പൊടികളൊക്കെ ഇടാൻ ടൈമായിട്ടുണ്ട്. പൊടി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ആ ചൂടുള്ള എണ്ണയിലേക്ക് വേണം പൊടി ഇടാൻ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി 1 സ്പൂണാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടിയൊക്കെ നമ്മുടെ എങ്ങനെയാണ് എരിവനുസരിച്ച് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബ്രിഞ്ചാൾ ഉള്ളിയിലേക്ക് നമ്മൾ ആ താളിച്ചതൊക്കെ ഇട്ട് ഇളക്കി അത് സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അരി നമുക്ക് വയ്ക്കാം. അത് കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കാനാണ് കേട്ടോ. ഇതിൽ സവാള, പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷമാണ് കേട്ടോ ബീറ്റ്റൂട്ട് ഇട്ടിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ ഒന്ന് വിട്ടു പോയിട്ടുണ്ട്, മിസ്സായി പോയായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാവേ. ഫിഷ് നല്ലോണം കഴുകി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കും കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറിയിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിഷ് ഫ്രൈയും റെഡി ആവാറായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വേവുന്ന ഇഷ്ടമല്ല കേട്ടോ. ഫിഷ് റെഡി ആയിട്ടുണ്ട്, കറി റെഡിയായി, തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മോനുള്ള പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോനക്ക് ഞാൻ ഫീഡിങ് ബോട്ടിൽ പാല് കൊടുക്കാറുണ്ട് കേട്ടോ. പശുമ്പാലാണ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ആളെ എണീച്ചിട്ട് പാലൊക്കെ കുച്ചിട്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ ആളുടെ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ചോറും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.